നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യതയുടെ മുഖം, കർമ്മമണ്ഡലത്തിൽ തൻ്റെതായിട്ടുള്ള വ്യക്തി മുദ്ര പതിപ്പിച്ച് എതിരാളികളുടെ പോലും ആദരവ് ഏറ്റുവാങ്ങിയ നേതാവ്, ക്രൈസ്തവ സഭകളും ക്രൈസ്തവ സഭാ നേതൃത്വവുമായി എന്നും ആഴത്തിലുള്ള അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിത്വം, ഗോവ ഗവർണർ ഏറ്റവും ആദരണീയനായ ശ്രീ PS ശ്രീധരൻപിള്ളയാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. സാർ, ഒത്തിരി സ്നേഹത്തോടെ അങ്ങേ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ നിന്നും മലയോരങ്ങളുടെ നാടായ മിസോറാം, അവിടെ നിന്നും തീരങ്ങളുടെ നാടായ ഗോവ നമുക്കറിയാം വളരെ പ്രൗഢഗംഭീരമായ ക്രൈസ്തവ പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. ആ ഗോവയുടെ ഗവർണർ പദവി അങ്ങയെ തേടിയെത്തുമ്പോൾ അങ്ങയുടെ മനസ്സിലേക്ക് കടന്നു വന്ന ആദ്യത്തെ ഒരു ചിന്ത എന്താണ്? ഗോവ നമ്മുടെ നാടിൻ്റെ ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകളാൽ ആകർഷിക്കപ്പെടുന്ന ടൂറിസ്റ്റ് ഹബ്ബാണ്. എൻ്റെ ചെറുപ്പത്തിലും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഒരിക്കലും വന്നിട്ടുണ്ട് ഗോവയിലെ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവരുടെയൊക്കെ സ്വപ്നമാണ് ഗോവയിൽ എത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഗോവയിലേക്ക് ഒരു ഗവർണറായി ലഭിച്ചപ്പോൾ, മിസോറാമിൽ നിന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടായത്. മാത്രമല്ല, കേരളവും അതുപോലെ തന്നെ ഗോവയും പ്രകൃതിരമണീയമാണ്. രണ്ടിൻ്റെയും സാദൃശ്യം, സമാനതകൾ വളരെ വലുതാണ്. ചരിത്രപരമായി തന്നെ ഗോവയുമായി ബന്ധമുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മാർത്തോമാ ശ്ലീഹയ്ക്ക് ശേഷം ഒരു കാര്യമായ ചലനമുണ്ടാക്കിയത് ഗോവയുടെ ക്രിസ്ത്യൻ സങ്കല്പങ്ങളും സഭാ സംവിധാനങ്ങളും വത്തിക്കാനുമായുള്ള ബന്ധവുമെല്ലാം കേരളത്തിലേക്ക് എത്തിയപ്പോഴാണ്. ആ നിലയ്ക്ക് ചരിത്രപ്രാധാന്യം ഞാനതെല്ലാം പഠിക്കാൻ കുറച്ചൊക്കെ ശ്രമിച്ച ആളാണ്. എൻ്റെ ഈ ആസ്ഥാനം തന്നെ 450 കൊല്ലത്തിലധികം പഴക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രായം ചെന്ന രാജ്ഭവനാണ്. ഇതാദ്യം ബിഷപ്പ് ഹൗസ് ആയിരുന്നു. ഇവിടെയുള്ള ക്രിസ്ത്യ ദേവാലയം തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കടലിലൂടെ നമ്മുടെ സഞ്ചാരപഥങ്ങൾ തേടി പോകുന്ന അവസരത്തിൽ അക്കാലത്ത് ആളുകൾ പോയിരുന്ന ഇവിടെ നിന്നാണ്. പോകുമ്പോൾ ഇവിടുത്തെ ഈ പള്ളിയിൽ വന്നിട്ട് ആരാധന നടത്തിയിട്ടാണ് അവർ പോകാറുള്ളത്. അവരുടെ വിശ്വാസം അനുസരിച്ച് അവരെ സംരക്ഷിക്കുന്നത് ഈ ഡോണാപ്പോള അവിടെയുള്ള ദൈവിക സങ്കല്പമാണ്. ഈ പ്രാധാന്യം ഒരു രാജ്ഭവനെ സംബന്ധിച്ചിടത്തോളം 2 പുഴകൾ ഒന്നിച്ചു ചേരുന്നു. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്. അറബിക്കടൽ അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് വാസ്കോഡഗാമയൊക്കെ വന്ന എല്ലാ പഴയകാല പോർച്ചുഗീസുകാരും ഒക്കെ വന്ന കടൽ, ആ കടലിൻ്റെയും ഈ രാജ്ഭവൻ്റെയും ഇടയിലായി പൂർണ്ണമായും തിക്ക് ഫോറസ്റ്റാണ്. അപ്പം ഇങ്ങനൊരു മനോഹാരിത എല്ലാം കൂടെ ഒത്തുചേർന്ന മറ്റേതെങ്കിലും രാജ്ഭവൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചരിത്രമുറങ്ങുന്ന, പാരമ്പര്യമുള്ള, ജനങ്ങൾ ഇന്നും അന്യോന്യം സൗഹാർദ്ദത്തോടെ കഴിയുന്ന, മനസ്സിൻ്റെ അടിത്തട്ടിൽ സ്നേഹം അത് പ്രസരിപ്പിക്കുന്ന ജനങ്ങളുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ എത്തിയത്. 2021 ഞാൻ വന്നത്. നവംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് ആഹ്ലാദപൂർവ്വം ഞാനിവിടെ കഴിയുന്നു. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, റൈസ് ആൻഡ് ഫിഷ് ലഭ്യമായ സ്ഥലമാണ്, കേരളം പോലെയാണെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ പാരമ്പര്യ ഭക്ഷണക്രമത്തിൽ പഴയ എടുപ്പുകൾ നോക്കിയാൽ അതിൻ്റെ രീതികൾ, അതിൻ്റെ ആകാര സൗഷ്ഠവങ്ങൾ, അതിൻ്റെ എല്ലാം ഈ നിലയ്ക്ക് പിന്നെ നെൽകൃഷി, എനിക്കൊരു ഇതുപോലെ കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായും പഴക്കം ചെന്ന തെങ്ങുകളെ കൊണ്ട് സമൃദ്ധമായ മറ്റു പ്രദേശമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞാൻ സന്തോഷവാനാണ് ഇവിടെ ജനങ്ങളുമായി സഹകരിക്കുന്നത്. ജീവിതത്തിൽ പല റോളുകൾ അങ്ങേ തേടിയെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാവ്, അഭിഭാഷകൻ, എഴുത്തുകാരൻ, ഇപ്പോൾ ഗവർണർ. ആ റോളുകളിൽ അങ്ങ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു റോള് എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആസ്വാദകതയുള്ള റോള് എന്ന് ചോദിച്ചാൽ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. അഭിഭാഷക വൃത്തിയിലെ എൻ്റെ
ഞാൻ ചിലവഴിച്ച സമയങ്ങൾ, ഞാൻ അതിൽ ലയിച്ച നിമിഷങ്ങൾ, അതുവഴി കേരളത്തിലെ 14 ജില്ലകളിലും പോയി കേസ് നടത്താൻ സാധിച്ച ഒരേ ഒരു അഭിഭാഷകൻ ഞാനാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. 143 ജൂനിയർ അഭിഭാഷകരെ വാർത്തെടുത്തു. അവരിൽ ഹൈക്കോടതി ജഡ്ജിമാരുണ്ട്, ജില്ലാ ജഡ്ജിമാരുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു വലിയ, അതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഞാൻ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴും എൻ്റെ ഓഫീസിലെ പ്രധാന ജൂനിയർ അഭിഭാഷകനായ ജോസഫ് തോമസ്, അദ്ദേഹം മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന നിലവാരത്തിൽ വരെ റിട്ടേണിംഗ് ഓഫീസറായിട്ടും ഒക്കെ പ്രവർത്തിച്ച ചരിത്രമുള്ളയാളാണ്. അതുപോലെയുള്ള എല്ലാ പാർട്ടിക്കാരും, CPM-ൻ്റെ ചെറുപ്പക്കാരനായ, പിന്നീട് ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വരെ ആയി തീർന്ന ആളെൻ്റെ ജൂനിയറായിരുന്നു. എല്ലാവരും ഇങ്ങനെ. അപ്പം ആ ഒരു അന്തരീക്ഷം എൻ്റെ രാഷ്ട്രീയത്തെ ഒരിക്കലും അത് ബാധിച്ചിട്ടില്ല. അവരുടെ മേലെ എൻ്റെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി, NCP-യുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, ഇവരൊക്കെ എൻ്റെ ജൂനിയർമാരായിരുന്നു. അതുകൊണ്ട് അഭിഭാഷക വൃത്തിയോടുള്ള എൻ്റെ ബന്ധം, ഞാൻ എഴുത്തുകാരനായതും നിയമഗ്രന്ഥങ്ങളൊക്കെ എഴുതിക്കൊണ്ടാണ്. പ്രധാനപ്പെട്ട കേസുകളിൽ UDF, LDF എന്നെ ഏതാണ്ട് 12ഓളം കേസുകളിൽ എന്നെ നോട്ടിഫിക്കേഷൻ വഴി, ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കിയിട്ട് ആ കേസിന് വേണ്ടി മാത്രമാണ് നിയമിച്ചത്. അത് ചെയ്യുമ്പോഴും ഞാനൊരു പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ഇതൊക്കെ ദൈവം ആണ് എനിക്ക് ഏൽപ്പിച്ചു തന്നതെങ്കിലും, ദൈവത്തിൻ്റെ അനുഗ്രഹമാണെങ്കിലും, ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച എൻ്റെ നിമിഷങ്ങൾ അതായിരുന്നു. ഗവർണർ എന്ന നിലയിലും തീർച്ചയായിട്ടും എനിക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാനിപ്പോൾ ഇത്രയും പുസ്തകങ്ങൾ എഴുതുക തന്നെ വാസ്തവത്തിൽ 100ഓളം പുസ്തകങ്ങൾ ഞാൻ ഗവർണറാകുന്നതിന് മുമ്പ് എഴുതിയിരുന്നെങ്കിലും അതിനുശേഷം മിസോറാമിലും ഇവിടെയും എനിക്കതിനുള്ള അവസരം ലഭിച്ചു. ദൈവം തന്ന അവസരമായി ഞാൻ ഈ ഗവർണർഷിപ്പിനെ കാണുന്നു. മാത്രമല്ല, ഞാൻ ഇപ്പോഴുള്ള സംസ്ഥാനത്ത് ആ സംസ്ഥാന ഭരണകൂടം പരമാവധി പുസ്തകങ്ങൾ എഴുതാൻ എന്നെ സാമ്പത്തികമായും പ്രത്യേകമായി അവർ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ എല്ലാ പൊതുപ്രവർത്തനത്തിലും, രാജനൈതിക പ്രവർത്തനത്തിലും, ഗവർണർ പദവിയിലും, അഭിഭാഷക വൃത്തിയിലും, സേവന പ്രവർത്തനങ്ങളിലും എല്ലാം ഞാൻ സംതൃപ്തനാണ്. അതിലൊരു പണത്തുക്കം മുന്നിലുള്ളത് എൻ്റെ അഭിഭാഷക ജീവിതമാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങ് പറഞ്ഞതാണ് ചോദിക്കാൻ ആഗ്രഹിച്ച അടുത്തൊരു ചോദ്യം. എനിക്ക് തോന്നുന്നു 1983 മുതലാണ് അങ്ങ് പുസ്തകം എഴുതാൻ ആരംഭിച്ചത്. ഇപ്പോൾ അതിലൊരു ഡബിൾ സെഞ്ചുറി അങ്ങ് തികച്ചിരിക്കുന്നു. വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്, ഗവർണർ പദവി, മറ്റു ഉത്തരവാദിത്തങ്ങൾ. അതിൻ്റെ ഇടയിൽ ഈ പുസ്തകം എഴുത്തിന് എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? ഇല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ ABVP-യുടെ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായി ഒരു കോളേജിലെ ജനറൽ സീറ്റിൽ മത്സരിച്ച് ജയിച്ച ആളെന്നുള്ള, അത് എൻ്റെ പ്ലസോ മൈനസോ എനിക്കറിയില്ല, ഞാനാണ്. പന്തളം NSS കോളേജിൽ 72-73 മലയാളം ഐച്ഛിക വിഷയമായി എടുത്തവരും സെക്കൻഡ് ലാംഗ്വേജ് എടുത്തവരും എല്ലാം ചേർന്നുള്ള ജനറൽ സീറ്റുണ്ട്, മലയാള സാഹിത്യവേദി. ആ സാഹിത്യവേദിയുടെ സെക്രട്ടറി ആയിട്ട് ഞാൻ മത്സരിച്ച് ജയിച്ചു. അങ്ങനെ ആ ചുമതല വഹിച്ചു. സ്വാഭാവികമായിട്ടും സാഹിത്യത്തെ പരിപോഷിപ്പിക്കുകയാണ് വേണ്ടതെന്നുള്ളത് കൊണ്ട് ഞാൻ അക്കാലത്ത് എഴുതിയിരുന്നത് പല സാഹിത്യ മേഖലകളിലും ഞാൻ എഴുതിയിട്ടുണ്ട്. ലേഖനങ്ങളുണ്ട്, കവിതകളുണ്ട്, പലതുമുണ്ട്. പക്ഷെ അതെല്ലാം 75-ലെ അടിയന്തരാവസ്ഥ വന്ന് ഞാൻ ലോ കോളേജ് സ്റ്റുഡൻ്റായി നിൽക്കുന്ന അവസരത്തിൽ അന്നത്തെ RSSനെ ബാൻ ചെയ്തു. അന്ന് അതുപോലെ തന്നെ ജനസംഘത്തിൻ്റെ പ്രവർത്തനവും ABVP-യുടെ പ്രവർത്തനവും ഒന്നും സാധിക്കാത്തൊരു കാലഘട്ടം. അവരെയൊക്കെ പിടിച്ച് ജയിലിലിടുമ്പോൾ എൻ്റെ വീട്ടുകാരെ റെയ്ഡ് ഭയന്ന് എൻ്റെ പേപ്പറുകളൊക്കെ കത്തിച്ചു കളഞ്ഞ കൂട്ടത്തിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഞാൻ 73-ലെ ശേഷം 75-ന് ശേഷമൊക്കെ ലോ കോളേജിലെ മാഗസിൻ എഡിറ്ററായി. ആ മാഗസിനിലൊക്കെ എൻ്റെ എഴുത്തുണ്ട്. ഞാൻ എഴുതിയൊരു കഥ വേറെ ആളുടെ പേരിൽ അതിൽ കൊടുത്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത് തയ്യാറാക്കുന്നതിലൊക്കെ ഒരു എഡിറ്ററുടെ പങ്ക് വഹിച്ചിട്ടുണ്ട്. എഴുത്തായിരുന്നു. അങ്ങനെ എഴുത്ത് അനശ്യൂതം തുടർന്നു. പക്ഷെ എൻ്റെ ആദ്യത്തെ ഒരു ലോ പുസ്തകം വന്നത് 84-ലാണ് എന്നതിൻ്റെ 84-ലോ 86-ലോ ആണ്, എനിക്ക് ഓർമ്മയില്ല. പിന്നെ തുടർച്ചയായിട്ട് എനിക്കൊരു പ്രോത്സാഹനം കിട്ടി. അത് ജനങ്ങൾ നൽകിയ പ്രോത്സാഹനമാണ്. അങ്ങനെയാണ് ഗവർണർഷിപ്പിലേക്ക് ഞാൻ എത്തുന്ന 2019 മുമ്പ് തന്നെ 100-ലധികം പുസ്തകങ്ങളുണ്ടായിരുന്നു. 100ാമത്തെ പുസ്തകം റിലീസ് ചെയ്തത് ഇംഗ്ലീഷിലുള്ള ഡാർക്ക് ഡേയ്സ് ഓഫ് ഡെമോക്രസി എന്ന പുസ്തകം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് അത് പുറത്തിറക്കിയത്. അന്ന് ഞാൻ ഗവർണറോ മറ്റ് പദവികളോ ഒന്നും എനിക്കുണ്ടായിരുന്ന കാലഘട്ടമല്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോഴാണ് അവസരങ്ങൾ എന്നിലേക്ക് എത്തുകയും ആ അവസരങ്ങളെ ഞാൻ മാനിക്കുകയും
ആ അവസരങ്ങൾക്ക് മഷിയിട്ട് ചില കവിതകളും മറ്റുമൊക്കെ ആയിട്ട് മാറുകയും ചെയ്യും. കവിതയും കഥകളും ഉൾപ്പെടെ വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് എഴുതാൻ സാധിച്ചു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥമായി മാറിയത് 80കളിലാണെന്ന് തോന്നുന്നു. പുന്നപ്ര വയലാർ കാണാപ്പുറങ്ങൾ. ആ പുസ്തകം ഒരു 80 പേജ് 90 പേജേ ഉള്ളെങ്കിലും അതിലൂടെയാണ് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരം ലഭിച്ചിട്ടില്ല. ഒട്ടേറെ ആളുകൾ ഒരു രാജനൈതിക പ്രസ്ഥാനത്തിന് അന്ധമായി അതിൻ്റെ ഭാഗമായി മാറുകയും അത് നെഞ്ചിലേറ്റ് നടക്കുകയും ചെയ്തവര് പുന്നപ്രയിലും വയലാറിലും അവരെ സമരാങ്കണത്തിലേക്ക് വിട്ട സാഹചര്യം ഞാൻ അതിനൊന്നും വിമർശിക്കാൻ ഇപ്പോഴത്തെ പദവി ഇരുന്നുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ അതിൽ ചോദിച്ച ചോദ്യമുണ്ടായിരുന്നു, അവിടെ മരിച്ചവരെത്രയാ? 500 പേരാണോ? 5000 പേരാണോ? അല്ല അന്നത്തെ ദളിത് ബന്ധു എഴുതിയ പുസ്തകത്തിൽ പറയുന്ന പോലെ 10,000-ത്തിനടുത്ത ആളുകളാണോ? ഇവരുടെ ലിസ്റ്റ് ശേഖരിക്കാൻ സാധിച്ചോ? ഇവരാരൊക്കെയാണെന്ന് ഇന്നും പുറംലോകത്ത് അറിയാതെ പോയത് എന്തുകൊണ്ട്? അങ്ങനെയുള്ളൊരു പുസ്തകം, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ 3 എഡിഷനോ 4 എഡിഷനോ വന്നു. ഇപ്പോഴത് ലഭ്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള അത് ചരിത്രത്തോട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. ഷഹാനുബീഗം കേസിൽ സുപ്രീം കോടതിയുടെ വിധി വന്നു. ആ വിധി ഇന്നത്തെ കേരളത്തിലെ ഗവർണർ അതിൻ്റെ സൃഷ്ടിയാണ്. മന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ട് ട്രഷറി ബെഞ്ചിൽ നിന്ന് എണീറ്റിട്ട് എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട, ഇത് അനീതിയാണ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇന്ന് കേരള ഗവർണറായിട്ട്. ഞാൻ ആ കാലത്ത് എഴുതിയൊരു പുസ്തകമുണ്ട്, പൊതു സിവിൽ കോഡ് എന്തിന് എന്ന് ചോദിച്ചിട്ടുള്ള പുസ്തകമാണ്. ഇങ്ങനെ ഓരോ മേഖലയോട് ബന്ധപ്പെട്ടും എഴുതിയ പുസ്തകങ്ങളുണ്ട്. പിന്നെ കൊമേഴ്ഷ്യലായിട്ട് എഴുതിയ പുസ്തകങ്ങളുമുണ്ട്. എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇപ്പോഴും ഇല്ല അതിൽ. ഒരു പുസ്തകം എഴുതാൻ ഞാൻ നിർബന്ധിതനായി. അന്നത്തെ ഒരു പബ്ലിക്കേഷൻ നോസ്ട്രഡാമസിനെ പറ്റിയ ഒരു പുസ്തകം വേണമെന്നുള്ള നിലക്ക് ഞാനുമായി ബന്ധമുണ്ടായിരുന്ന പബ്ലിക്കേഷനാണ് കൊടുത്തു. ജനങ്ങളുടെ ഭയങ്കരമായിട്ട് അതിന് ഓർഡർ വന്നു. പക്ഷെ അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റാത്ത, അതുമായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളോട് കടന്നു പോയപ്പോൾ സാധിച്ചില്ല. അപ്പം ഞാൻ 2 ദിവസം കൊണ്ട് തൃശ്ശൂരിലെ പെപ്പിൻ എൻ്റെ ആത്മമിത്രമാണ്, അവരുടെ ഹോട്ടൽ കാസിനോ ഉണ്ട്. ഞാൻ ഇതെല്ലാം എടുത്തുകൊണ്ട് അവിടേക്ക് പോയി 2 ദിവസം കൊണ്ട് പുസ്തകം എഴുതി. 3-ാം ദിവസം ഞാൻ കാസിനോയിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ആ പുസ്തകമാണ് കേരളത്തിലെ ആദ്യത്തെ നോസ്ട്രാഡാമസിൻ്റെ പുസ്തകം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അത് വലിയ വിറ്റഴിച്ച പുസ്തകമാണ്. അതുപോലെ റെന്റ് കൺട്രോൾ ലോസ് ഇൻ കേരള, അന്ന് അത് നിയമത്തിൻ്റെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് പോലും അന്ന് ആ 80കളിൽ സമാഹരണം നടത്താൻ സാധിച്ചു. എഴുത്ത് ദൈവം തരുന്ന ഒരു സിദ്ധിയാണ്. ആ എഴുത്തിൽ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന് മെല്ലെ എഴുതണം. എൻ്റേത് എല്ലാം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ തിരക്ക് പിടിച്ച എഴുത്താണ്. പക്ഷെ എല്ലാം ദൈവാധീനം കൊണ്ട് വലിയൊരു വിമർശനം ആരും എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാത്ത രൂപത്തിൽ എഴുത്തിൻ്റെ മേഖല കൊണ്ടുപോകാൻ സാധിച്ചു. ഞാൻ ദൈവത്തോടും നമ്മുടെ കേരളത്തിലെ സഹൃദയരായ ആളുകളോടും കടപ്പെട്ടിരിക്കുന്നു. അങ്ങേരതൊരു BJP രാഷ്ട്രീയമാണ്. അങ്ങ് കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായി ആഴത്തിലൊരു അടുപ്പം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരും ക്രൈസ്തവ സഭകളും തമ്മിലൊരു പാലമായിട്ട് പലപ്പോഴും അങ്ങ് വർത്തിക്കാറുണ്ട്. 2021 3 കേഡലന്മാരുടെ ആ ഒരു മീറ്റിംഗ്, പ്രധാനമന്ത്രിയുമായിട്ടുള്ള ആ മീറ്റിംഗ് ക്രമീകരിക്കുന്നതിൽ അങ്ങ് വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് എങ്ങനെ സാധിക്കുന്നു? അതിന് പിന്നിലുള്ളൊരു ചെലവുകാരം എന്താണ്? എന്നോട് ഇതേ ചോദ്യം കേരളത്തിൽ ഈ അടുത്ത ഒരിക്കൽ നിരോധിക്കപ്പെട്ട് ഇപ്പം പ്രവർത്തിക്കുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ പ്രതിനിധികൾ പാണക്കാട് ഫാമിലിയുടെ തുടങ്ങിക്കഴിഞ്ഞ 1 കൊല്ലം ആകുമ്പോഴേക്കാൻ തോന്നുന്നു പാണക്കാട് ഫാമിലിയോട് ചരിത്രം അവർ പ്രവാചകൻ്റെ പാരമ്പര്യത്തോട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു പെരുന്നാൾ വന്ന അവസരത്തിൽ അവർ അതിനെക്കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കാനായിട്ട് തീരുമാനിച്ചു. പാണക്കാട് ഫാമിലിയോട് ചോദിച്ചപ്പോൾ അവർ കൊടുത്ത 3 പേരുകൾ അവരുടെ കുടുംബത്തിൽപ്പെടാതെ ഔട്ട്സൈഡ്, ഒന്ന് എൻ്റേതായിരുന്നു. അപ്പോൾ ഈ ആൾ എന്നോട് അത്ഭുതത്തോട് ചോദിച്ചു, സാർ ഇതെങ്ങനെ സാധിക്കുന്നു? ഞാൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്. എൻ്റെ ബാല്യമാണ് എന്നെ എല്ലാ വിഭാഗം ആളുകളെയും എന്നിലേക്ക് അടുപ്പിക്കാനും എൻ്റെ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കാനുമുള്ള ശ്രമം നടത്താനിടയായത് അതുകൊണ്ടാണ്. അതെൻ്റെ ബാല്യമാണ്. ആ ബാല്യം എൻ്റെ ഗ്രാമത്തിൽ ഓണവും വിഷുവും വന്നാൽ അടുത്ത വീട്ടിലെ അല്ലെങ്കിൽ സുഹൃത്തുക്കളായ ക്രിസ്ത്യൻ സഹോദരന്മാരൊക്കെ വന്നു അങ്ങോട്ട് അവിടെയുള്ള ഭക്ഷണം കഴിക്കും. അതുപോലെ ഈസ്റ്റർ വന്നാൽ അങ്ങോട്ട് പോയിട്ട് ഈ പാലപ്പൂ ഇറച്ചിയൊക്കെ കഴിക്കുന്ന ഓർമ്മകൾ എൻ്റെ ചെറുപ്പത്തിൽ. ഇതിലൂടെയൊക്കെ ഒരു സമൂഹത്തിലെ വാർത്തെടുക്കുന്നതിൽ ഉള്ള അടുപ്പം, ഇഴയെടുപ്പം അങ്ങനെ ഉണ്ടാവും. ആ ഇഴയെടുപ്പം ഞാൻ സൂക്ഷിക്കാൻ
താല്പര്യമുണ്ടായിരുന്നു. പലരുടെയും വിമർശനങ്ങളും എനിക്കെതിരായിട്ട് വേറെ ഒരു ആരോപണവുമില്ല. ആകെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത് മുസ്ലിം ബന്ധം പിന്നെ ക്രിസ്ത്യൻ ബന്ധം എന്ന് പറഞ്ഞ ആരോപണമുണ്ട്. ആ ആരോപണം ഉന്നയിച്ചവർ നിന്ന് അതെല്ലാം ശരിയല്ല എന്ന് അവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം. അത് നമുക്ക് വേഗത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു നിരീക്ഷണം. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇപ്പോഴത്തെ നാടിന് വീണ് കിട്ടിയ സൗഭാഗ്യമെന്ന് കരുതാവുന്ന വത്തിക്കാനിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 51 വയസ്സുകാരനായ ഒരാള്, ഒരു വൈദികൻ നേരിട്ട് അദ്ദേഹത്തെ പെട്ടെന്ന്, അതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കർദിനാളായി. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പം സാധാരണഗതിയിൽ 3 കൊല്ലം 4 കൊല്ലം എടുക്കും മാർപ്പാപ്പയുടെ ഒരു സന്ദർശനം വരണമെങ്കിൽ. അപ്പം അതിൻ്റെതായ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ 2 തവണ അദ്ദേഹത്തെ ഔപചാരികമായി ക്ഷണിച്ചിട്ടുണ്ട്. അതേസമയത്ത് ചില പേപ്പർ കൈമാറ്റങ്ങളും മറ്റും അതിൻ്റെ ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി തന്നെ ഈ അടുത്തൊരു ദിവസം ക്രിസ്മസ് ആഘോഷത്തിൽ ഡൽഹിയിൽ പങ്കെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഏതാണ്ട് എത്തിപ്പെടാനുള്ള ശ്രമം ഒരു തവണ അദ്ദേഹം വന്നത് വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ്. പിന്നെ ഇപ്പം അതിനുശേഷം വന്നിട്ടില്ല. ഇപ്പം ഇതാ വീണ്ടും അതിനുവേണ്ടി ആത്മാർത്ഥമായ ശ്രമം നടക്കുന്നുണ്ട്. സാങ്കേതികമായ കാര്യങ്ങളെല്ലാം ശരിയാവണം. എനിക്കൊരു സന്തോഷമുള്ളത്, ഇന്ത്യയിൽ 4 കർദിനാൾമാരാണ് ഉണ്ടായിരുന്നത്. ഒരാൾ അന്ന് റാഞ്ചിയിലോ മറ്റുള്ള ആൾ തീരെ ബോധമൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഞാൻ മിസോറാം ഗവർണറായിരുന്ന അവസരത്തിൽ ഈ 3 പിന്നെ അവശേഷിക്കുന്ന 3 കർദിനാളന്മാരെയും ഒന്നിച്ച് പ്രധാനമന്ത്രി അടുത്ത് കൊണ്ടുപോകാനും ചർച്ച ചെയ്യാനും അതിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് ഇത് ഉന്നയിക്കാനും ഒക്കെ സാധിച്ചത്, അതിൽ എൻ്റെ എളിയ പങ്കാളിത്തത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇപ്പോൾ അത് ഗവർണറല്ല, മറ്റുള്ള സംവിധാനങ്ങളാണ് കൊണ്ടുപോയിട്ട് അവരത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഈ ക്രിസ്മസ് സീസൺ ഗോവയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി ആഘോഷം സമ്മാനിക്കുന്ന നിമിഷമാണ്. നമുക്കറിയാം, ക്രിസ്മസ് ഗോവൻ ജനതയുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ആഘോഷം തന്നെയാണ്. ഒപ്പം തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യരുടെ ഭൗതിക ശരീരം പുതുവണക്കത്തിനായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഗോവ ഗവർണർ എന്ന നിലയിൽ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തെ എങ്ങനെ നോക്കിക്കാണും? ക്രിസ്മസ് തീർച്ചയായിട്ടും സൗമ്യതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈശ്വരനിലേക്കുള്ള അടുപ്പം കൂടുതൽ ദൃഢീകരിക്കാനുമുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആഗോളതലത്തിൽ ക്രിസ്ത്യ സമൂഹം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, വ്യത്യസ്തമായ വഴിത്താരകളിലൂടെ. ഗോവയെ സംബന്ധിച്ചിടത്തോളം ഗോവയിൽ ലിബറേഷൻ ഡേയിലാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഈ ലിബറേഷൻ കിട്ടിയത് 1961 ലിബറേഷന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇവിടെ പ്രധാനമായും കത്തോലിക്ക സഭയാണുള്ളത്. ഇവരുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റുള്ള സേവന രംഗത്തായാലും നല്ല നിലയിൽ അവർ പ്രവർത്തിച്ചു വരുന്നതായിട്ടുള്ള അനുഭവം. ഞാനും ഇവിടെ ഒരു ബിഷപ്പും ഒരു ആക്സിലറി ബിഷപ്പും മാത്രമേ ഉള്ളൂ. അവരൊക്കെ ഇവിടെ വരാറുണ്ട്, സൗഹൃദം ഉണ്ടാവാറുണ്ട്, നല്ല നിലയ്ക്ക് പോകുന്നു. അപ്പോൾ ക്രിസ്മസ് കൂടുതൽ സാഹോദര്യവും ജനങ്ങളുടെ ഭാരതമെന്ന രാഷ്ട്രം മാനവരാശിക്ക് മുമ്പിൽ വഴികാട്ടിയായി മാറാനുള്ള ശ്രമത്തിൽ ഇന്ന് സാമ്പത്തിക രംഗത്തൊക്കെ മുന്നോട്ട് പോവുകയാണ്. ആ ഭാരതം ലോകത്തിൻ്റെ ഒരു ഗുരുസ്ഥാനീയനായി മാറാൻ, അത് കീഴടക്കാനോ ഭരണം കൊണ്ടുവരാനോ അല്ല, ധാർമ്മികമായിട്ട് ആ നിലയ്ക്കുള്ള ശ്രമം. യഥോ ധർമ്മ തഥോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടാകുമെന്നുള്ള കാഴ്ചപ്പാട്, അതിലൂടെ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം ദൈവം അനുഗ്രഹം നൽകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സാറിൻ്റെ ഒരു വ്യക്തിത്വത്തിൽ പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഒരു സൗമ്യതയാണ്. ഒപ്പം തന്നെ എതിരാളികളെ പോലും വിമർശിക്കുമ്പോൾ അതൊരു ആരോഗ്യപരമായിട്ട് വിമർശനമായി അത് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങയുടെ രാഷ്ട്രീയ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ 2003 അങ്ങ് BJP പ്രസിഡന്റ് ആയിരുന്ന ആ ഒരു സമയത്താണ് കേരളത്തിൽ ആദ്യമായി ഇന്ത്യക്ക് ഒരു MP ലഭിക്കുന്നത്, മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലത്തിൽ. ഒപ്പം തന്നെ ലക്ഷദ്വീപിലും ഇന്ത്യയുടെ ഒരു ഘടകകക്ഷിക്ക് ചുമതലയായിരുന്നു. പാർട്ടിയെ വളർത്തിയതും രൂപം കൊണ്ടതും ലക്ഷദ്വീപിൽ അങ്ങക്ക് വളരെ നിർണായകമായിട്ടൊരു പങ്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ വിക്ടറി അങ്ങേക്ക് നേടാൻ സാധിക്കുന്നു. ഒപ്പം പാരലായിട്ട് ഒരു സൗമ്യതയും ആ ഒരു മാന്യതയും രാഷ്ട്രീയ മുഖത്ത് അങ്ങേക്ക് എങ്ങനെ സൂക്ഷിക്കാൻ സാധിക്കും? ഒരാൾ പോലും ഹിന്ദു വോട്ടർ ഇല്ലാത്ത ലക്ഷദ്വീപിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് അന്ന് നിലവിലുള്ള ജയിച്ചു വരുന്ന കക്ഷിയെ പരാജയപ്പെടുത്തി വാജ്പേയിക്ക് അനുകൂലമായി ഒരു MP ഉണ്ടായി. മൂവാറ്റുപുഴയിലും അന്ന് ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങളുണ്ടായ
ഒരുപാട് ജബ്ബുവ സംഭവം, അതൊക്കെ ജബ്ബുവ സംഭവത്തിന് ഒരു പങ്കുമില്ലാന്ന് പിന്നെ തെളിഞ്ഞു. അത്തരം സംഭവങ്ങൾ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോഴും അവരുടെ എല്ലാം വിശ്വാസം ആർജിച്ചുകൊണ്ട് ജയിക്കാൻ സാധിച്ചു. അന്ന് 13% വോട്ട് കിട്ടി. അതെല്ലാം ചരിത്രമാണ്. ഗവർണറായ ഞാനിപ്പോൾ അതെല്ലാം വിശകലനം ചെയ്ത് പറയുന്നത് വരുമ്പം ഒരു കാര്യം ഞാൻ പറയാം. അങ്ങനെ സീറ്റ് കിട്ടിയപ്പം അന്ന് അധികാരത്തിൽ വന്ന കക്ഷിക്ക്, വാജ്പേയി മാറിയിട്ട് അധികാരത്തിൽ വന്ന കക്ഷിക്ക് കേരളത്തിൽ നിന്ന് ഒരു MP പോലും ലഭിച്ചിരുന്നില്ല എന്നുള്ള വസ്തുതയും രാഷ്ട്രീയത്തിൽ ഒന്നും അസാധ്യമല്ല എന്ന പാഠം നൽകുന്നു. ആ പാഠം പഠിക്കേണ്ടവർ പഠിച്ചോ, അത് മുന്നോട്ട് കൊണ്ടുപോയോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഞാനിപ്പോൾ ഗവർണർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം തീർച്ചയായിട്ടും ജനങ്ങളാണ് പരമാധികാരികൾ. ഒരു രാഷ്ട്രീയ നേതാവുമല്ല, ഒരു ഗവർണറുമല്ല പരമാധികാരി, ജനങ്ങളാണ്. സൂപ്രമസി ഓഫ് ദ പീപ്പിൾ, ഇതിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തീർച്ചയായിട്ടും ഈ ഇരിക്കുന്ന കസേര വലിയ കസേരയാണെങ്കിലും എളിമയോടുകൂടി ജനങ്ങൾക്ക് കടന്നു വരാൻ തക്കവണ്ണം ജനങ്ങളുടെ മുമ്പിൽ അവരെ സേവിക്കാനുള്ള അവസരമായി അതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും അതിൽ രാജനൈതിക രംഗത്തും മാത്രമല്ല, ഞാൻ 2ാം തവണ പ്രസിഡന്റായ അവസരത്തിലാണ് 28 ലക്ഷം മെമ്പർമാരെ എല്ലാ മതങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് അന്ന് എത്തിപ്പെടാൻ 28 ലക്ഷം മെമ്പർമാരെന്ന് പറയുമ്പം അന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പിൽ വർധനമുണ്ടായ 3 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്കാക്കുമ്പോൾ എതിർപ്പുണ്ടാകാം, ജനാധിപത്യത്തിൽ എതിർപ്പുണ്ടാകും. പക്ഷെ ജനാധിപത്യത്തിൻ്റെ മർമ്മം എന്താ? എതിരാളിയെ മാനിക്കലാണ്, എതിർക്കുന്നവനെ മാനിക്കലാണ്. ഭരണാധിപന്റെ മുഖത്ത് നോക്കിയിട്ട് സാർ അങ്ങ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള പൗരൻ്റെ അവകാശമാണ്. ആ അവകാശമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്നുള്ളത് കൊണ്ട് എനിക്കൊരു തികഞ്ഞ ജനാധിപത്യവാദിയായ എന്നും നിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതെൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ തുറന്നിട്ടുണ്ട്. സർവശക്തൻ ഇനിയും എന്നെ അതിന് സഹായിക്കട്ടെ. എൻ്റെ എഴുത്തിലായാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജനങ്ങളോടുള്ള ബന്ധത്തിലായാലും എല്ലാം തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എളിയ പൊതുപ്രവർത്തകനാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ജനങ്ങളോടുള്ള ഒരു അടുപ്പത്തിന്റെ ഭാഗമായിട്ട് അങ്ങ് ഗോവയിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു ജനസമ്പർക്ക പരിപാടി അങ്ങ് പങ്കെടുത്തിരുന്നു. അങ്ങ് ഗ്രാമങ്ങളിലേക്കൊക്കെ ചെന്ന് ജനങ്ങളുമായിട്ടൊരു സമ്പർക്കത്തിൽ അങ്ങ് ഏർപ്പെട്ടിരുന്നു. അപ്പൊ അതിന് ഗോവ രാജ്ഭവൻ തന്നെ ജനങ്ങൾക്കായിട്ടൊക്കെ തുറന്നു കൊടുക്കുന്ന ഒരു കാര്യം അല്ല, അത് സഭകളോടും ജനങ്ങളോടുമുള്ള ബന്ധം. ആ ബന്ധത്തിൽ ഞാൻ ഒരിക്കലും ഒരു മേൽക്കോയ്മ ഗവർണർക്കുണ്ടെന്ന് കരുതുന്ന ആളല്ല. അതുകൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ എല്ലാ ഗ്രാമങ്ങളിലൂടെ പോയപ്പോൾ, എല്ലാ ഗ്രാമവും സന്ദർശിച്ചപ്പോൾ, റെക്കോർഡ് സൃഷ്ടിച്ചപ്പം എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പം ബോൺസായി, ഒരു ഗ്രാമീണൻ എന്നോട് പറഞ്ഞതാണ്, ബോൺസായി ജപ്പാന്റെ ഒന്നുമല്ല, 5000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ്. കിഷ്കിന്ധ ഉദ്യാനത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അപ്പം അതിനെ വാമന വൃക്ഷകല എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വാമന വൃക്ഷകല ഉദ്യാനം തുടങ്ങിയത്. അതുകൊണ്ടാണ് സയൻസ് അങ്ങാടി വരുന്ന പച്ചമരുന്നൊന്നും പഠിച്ചിട്ടില്ലാത്ത ഞാൻ, സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ലാത്ത ഞാൻ എഴുതിയ എൻ്റെ പുസ്തകം ബോട്ടണി വാമന വൃക്ഷകല, അതിന്ന് 1-2 യൂണിവേഴ്സിറ്റി, 2 വിദ്യാലയങ്ങളിൽ, ഒരു യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ തൃശ്ശൂരിലെ സെൻറ് ജോസഫ്സ് കോളേജിൽ അവർ റിസർച്ചിൻ്റെ പുസ്തകങ്ങളൊന്നൊക്കെ എടുത്തില്ലേ. അപ്പൊ ഇതെല്ലാം നമുക്ക് ശ്രമിച്ചാൽ സാധിക്കും. അതിൽ ജനങ്ങളാണ്, ഗ്രാമത്തിലെ ജനങ്ങളെ കാണുമ്പോൾ നമുക്കിത് കിട്ടുക. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ഗ്രാമയാത്ര എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം വളരെ സഹായകമാണ്. അതുപോലെ തന്നെ ഞാൻ പറയാം, എല്ലാവരോടും ബന്ധപ്പെട്ട് ഞാൻ മാർപ്പാപ്പ തിരുമേനി ഞാൻ കണ്ടിട്ടില്ല, നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 27-ാം തീയതി 9 അംഗ ദൗത്യസംഘം, അത് അവിടെയുള്ള സിസ്റ്റത്തിലെ 2-ാമനും 3-ാമനും ഒക്കെ ഉണ്ട്. അതുപോലെ പുതിയ കർദിനാളായിട്ട് ചുമതലയേക്കാൻ പോയ പൂവക്കാട് തിരുമേനി ഉണ്ടായിരുന്നു. ഇവർ വന്നപ്പോൾ എനിക്ക് കൊടുത്തയച്ച സാധനമാണ് ഞാനിപ്പോൾ രാജ്ഭവനിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ 2 ജപമാലകളും അതും മറ്റേ മാതാവിൻ്റെ ചിത്രവും. അദ്ദേഹം പൂജിച്ചെന്ന് പറഞ്ഞാൽ ഹിന്ദു വാക്കാണ് പൂജിച്ചെന്നുള്ളത്, വെഞ്ചരിപ്പ് നടത്തി കൊടുത്തയച്ചു എന്നാണ്. അവിടെ രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിൽ ഇങ്ങനെ കേരളത്തിലൊക്കെ ഇന്നൊക്കെ കൊടുത്തയച്ചു എന്ന് അവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ വലിയ ദൈവം തരുന്ന അവസരങ്ങളല്ലേ. ഞാൻ ആ നിലയ്ക്ക് അതിനെല്ലാം ആദരവോടെ കാണുന്നു. ഇതിനെല്ലാം ഞാൻ എൻ്റെ കടപ്പാട് ദൈവത്തോടും ജനങ്ങളോടും
രേഖപ്പെടുത്തും. അവസാനം 2 ചോദ്യം സാർ. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അങ്ങേക്ക് വളരെ ഒരു ആത്മബന്ധമുണ്ട്. പ്രത്യേകിച്ച് അങ്ങ് മിസോറാം ഗവർണറായിട്ട് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അങ്ങയുടെ ഒരു അഭിമുഖത്തിൽ ഞാൻ കണ്ടതാണ്, പ്രധാനമന്ത്രി അങ്ങോട്ട് പറഞ്ഞു ഡോൺ ക്വാറൽ വിത്ത് ദം. ഇപ്പൊ ഇവിടെ ഗോവയിലെത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു റൈസ് ആൻഡ് ഫിഷ് കറി. അപ്പോൾ ഓരോ സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകതകൾ കൃത്യമായിട്ടും മനസ്സിലാക്കി ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നതിന്റെ ഒരു വലിയൊരു സൂചന. തീർച്ചയായിട്ടും അത് തന്നെ. അദ്ദേഹത്തിന്റെ അത്രയും ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയാവുന്ന ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ക്രിസ്തീയ സഭാപ്രതിനിധികളുമായിട്ട് ഈ അടുത്ത ദിവസം ഇന്നാണോ കാണുകയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളണം. വോട്ടോ രാഷ്ട്രീയമോ മാത്രമല്ല, വോട്ട് കിട്ടി 3 തവണ അധികാരത്തിൽ വന്നതിൻ്റെ അതിൻ്റെ കെമിസ്ട്രി ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഗവർണറാണ്, ഞാൻ പറയാൻ പാടില്ല. പക്ഷേ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇപ്പൊ കേരളക്കാരെ വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ചു കൊടുക്കുന്നതാണ്. എല്ലാവർക്കും നീതി കൊടുക്കണം. ജസ്റ്റിസ് ഫോർ ഓൾ, അപ്പീസ്മെന്റ് ഓഫ് നൺ. ഇതാണ് അത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. അദ്ദേഹം എല്ലാവരോടും, എന്നോട് മാത്രമായിട്ട് പ്രത്യേക സ്നേഹമൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരോടുള്ള സ്നേഹം എന്നോടുണ്ട്. അതിൽ അദ്ദേഹം തരുന്ന ഉപദേശങ്ങൾ മാർഗദർശനമാണ്. അതിനെ ഉൾക്കൊള്ളുന്നു. ഗോവയിലും അതുപോലെ മിസോറാമിൽ ഞാൻ കാലാവധി കഴിഞ്ഞ് പോകുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ എൻ്റെതായ ഐ എം നോട്ട് ബീറ്റിംഗ് മൈ ഓൺ ട്രംപറ്റ്. അദ്ദേഹം പറഞ്ഞു ഗോവ അവിടെ കണ്ട ഏറ്റവും നല്ല ഗവർണറായിട്ട് അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ടായി. വലിയ വിമർശനം ഉണ്ടായിരുന്നു. കാരണം ഈ BJP പ്രസിഡന്റുമാരെ ഡംപ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആയിട്ട് മിസോറാം അങ്ങനെ അത് ഈ രാഷ്ട്രീയത്തില് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഡംപിങ് പ്ലേസ് ഓഫ് ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റ് ആകാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവിടെയും അത് തന്നെയാണ്. രാജ്ഭവൻ ലോക്ഭവനാക്കി മാറ്റിയെന്ന് ഇവിടെ വന്ന ആളുകളെല്ലാം പ്രസംഗിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ്. നമ്മൾ അതിനു മുമ്പിൽ മനുഷ്യരായ നമ്മുടെ പരിമിതികളെ പറ്റി ഞാൻ ബോധവാനാണ്. അതുകൊണ്ട് എനിക്ക് ജനങ്ങളോടും ദൈവത്തോടുമുള്ള എൻ്റെ കടപ്പാടാണ്. എൻ്റെ കർമ്മപന്ഥാവിലെ എന്തെങ്കിലും വിജയമുണ്ടെങ്കിൽ ആ വിജയത്തിന് വലിയ രഹസ്യമെന്ന് ഞാൻ കരുതുന്നു. അങ്ങേ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇനി അങ്ങനെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാൻ സാധിക്കും? ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഉറപ്പാണ്. കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വരുമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ആലോചിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കേരള BJP നേതൃത്വമൊക്കെ വളരെയധികം ഞാൻ ആലോചിച്ചിട്ടില്ല. ആ വിഷയം എനിക്കിപ്പോൾ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിലുള്ളത് തീർച്ചയായിട്ടും ഈ ഏൽപ്പിച്ച ചുമതല വിജയിക്കുക എന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ സഹപ്രവർത്തകരോടോ എൻ്റെ നേതൃത്വത്തോടോ എനിക്കൊരു സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടില്ല. പക്ഷേ എനിക്ക് വേണ്ടതിനപ്പുറം, തരേണ്ടതിനപ്പുറം എല്ലാം എൻ്റെ പ്രസ്ഥാനം തന്നിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തോട് എന്നും അച്ചടക്കമുള്ളൊരു പ്രവർത്തകനായി ഞാൻ നിന്നിട്ടുള്ളൂ. 50 കൊല്ലത്തോളം അല്ലധികമായി തുടങ്ങിയ, നിങ്ങളിപ്പോൾ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയ 80-ലെ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എന്നും അച്ചടക്കം പാർട്ടിയുടെ അന്നുണ്ടായിരുന്നു. ഇപ്പം പാർട്ടി അംഗത്തെ ഉപേക്ഷിച്ചാണ് ഞാൻ ഗവർണറായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. നോക്കുമ്പോൾ പാർട്ടി ഒരു ചട്ടക്കൂടാണ്. അതിൻ്റേതായിട്ടുള്ള അച്ചടക്കവും അതിൻ്റേതായിട്ടുള്ള രീതികളുമുണ്ട്. അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടി വരുമ്പോൾ പോലും പാർട്ടി താല്പര്യം നോക്കി ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരൻ്റെ ചുമതല. ഞാൻ ഒന്ന് പറയാം, ഞാൻ ഒരിക്കൽ പോലും പാർട്ടിയുടെ ചട്ടക്കൂട്ടിനെ ലംഘിച്ചിട്ടില്ല. പക്ഷെ പാർട്ടിയുടെ ചട്ടക്കൂടിനപ്പുറത്തേക്ക് എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം എനിക്ക് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടി കോംപ്ലിമെന്ററി ആയി മാറി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഗവർണർ പദവി അനാവശ്യ പദവി, കാരണം ഈ കേരളത്തിൽ അത്തരത്തിലൊരു വിവാദം നടക്കുന്നുണ്ട്, ആ ഒരു വിവാദത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണും? കേരളം അപവാദങ്ങളും വിവാദങ്ങളുമാണ് കേരളത്തിൻ്റെ പൊതുപ്രവർത്തനം. അത് ഏത് മേഖലയായാലും, പത്രപ്രവർത്തന മേഖലയായാലും, രാജനീതിക മേഖലയായാലും, സാഹിത്യ മേഖലയായാലും, ഇന്ത്യയിലെ മതത്തോട് ബന്ധപ്പെട്ട ആത്മീയ മേഖലകളായാലും എല്ലാം അപവാദങ്ങളും വിവാദങ്ങളും അരങ്ങു തീർക്കുകയാണ്. ന്യൂസ് പോലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. പോസിറ്റീവ് ന്യൂസ് വളരെ റെയറാണ്, അപൂർവമാണ്. അത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അതിനെ നെഞ്ചിലേറ്റ് നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എല്ലാത്തിനും ഉൾക്കൊണ്ട് പോകണം, നന്മ ചെയ്യണം. ഇതിനെല്ലാം കണക്ക് പറയേണ്ട ഒരു അവസരം നമ്മുടെ അന്തിമ നാളിൽ നമുക്കെത്തും. ആ അവസരത്തിൽ കഴിയുന്ന അത്ര തെറ്റുകാരനാകാതെ പോകണമേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാ ആശംസകളും ശ്രീധരൻപിള്ള സാർ. അങ്ങയുടെ പ്രവർത്തന മണ്ഡലങ്ങളെ ദൈവം ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.